ഹലോ എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. അറിയായിരിക്കും, ഒരാഴ്ചത്തേൽ മുഴുവൻ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടെ നമ്മൾ കൂട്ടിയെ ചേർത്ത് ഇണക്കി നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നതാണ് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് പറയുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ നമ്മുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കരസേനയുടെ ദക്ഷിണ ഭാരത മേഖലയുടെ കമാൻഡിംഗ് ജനറൽ ഓഫീസറായിട്ട് നിയമിതനായത് ആരാണെന്നുള്ളതാണ്. എന്താണ്? കരസേനയുടെ ദക്ഷിണ ഭാരത മേഖലയുടെ കമാൻഡിംഗ് ജനറൽ ഓഫീസറായിട്ട് നിയമിതനായത് ആരായിരുന്നു? വി ഹരിയാണ്. ആരാണ്? വി ശ്രീഹരിയാണ്. ആരാണ്? വി ശ്രീഹരിയാണ്. ഓക്കെ, വി ശ്രീഹരിക്ക് അറിയായിരിക്കും. ഈ പറയുന്ന ദക്ഷിണ ഭാരത മേഖല എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യ അടുപ്പിച്ചാണ്. ഓക്കെ, സൗത്ത് ഇന്ത്യയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ് നിലനിൽക്കുന്ന എവിടെയാണ്? പൂനെയിലാണ്. എവിടെയാണ്? പൂനെ മഹാരാഷ്ട്രയിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ പറയുന്ന നമ്മുടെ ദക്ഷിണ ആർമി കമാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ കമാൻഡിലേക്ക് നിയമിതനായ വ്യക്തിയാണ് എന്ന് പറയുന്നത് വി ശ്രീഹരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കരസേനയുടെ ദക്ഷിണ ഭാരത മേഖലയിലെ കമാൻഡിംഗ് ജനറൽ ഓഫീസർ നിയമിതനായതാണ് വി ശ്രീഹരിയാണ്. ഓക്കെ, വി ശ്രീഹരിയാണ്. ഓക്കെ, അടുത്തത് ഗാന്ധി ജയന്തി മുതൽ പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച കോടതി ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഗാന്ധി ജയന്തി മുതൽ പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചിട്ടുള്ള കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. ഏതാണ്? കേരള ഹൈക്കോടതിയാണ് അല്ലേ? കേരള ഹൈക്കോടതി നിങ്ങൾക്ക് അറിയായിരിക്കും. ഗാന്ധി ജനിച്ചത് എന്നായിരുന്നു? ഗാന്ധി ജനിച്ചത് ഒക്ടോബർ 2, 1869 എന്താ? ഒക്ടോബർ 2, 1869 ഗുജറാത്തിലെ പോർബന്തറിലാണ് ആര് ജനിക്കുന്നത്? നമ്മുടെ ഗാന്ധിജി ജനിക്കുന്നത്. അപ്പം 1869 ആര് ജനിക്കുന്നത്? ഒക്ടോബർ 2 എന്ത് ചെയ്യുന്നത്? ഗാന്ധി ജനിക്കുന്നത്. അപ്പൊ ഗാന്ധി ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിച്ച കോടതി ഏതാണ്? അത് കേരള ഹൈക്കോടതിയാണ്. ഏതാണ്? കേരള ഹൈക്കോടതി ആണ്. ഓക്കെ, മറന്നു പോകരുത്. അടുത്തത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് ആരാണെന്നുള്ളതാണ്. എന്താണ്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് ഡയറക്ടറായിട്ട് ചുമതല ഏറ്റത് ആരാണ്? ES പത്മകുമാറാണ്. ആരാണ്? ES പത്മകുമാറാണ്. ഓക്കെ, ഇതാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? ES പത്മകുമാറാണ്. അത് പഠിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ ഓർത്തിരുന്ന് പഠിക്കുക. എന്താണ്? VSSC എന്ന് വെച്ചാൽ എന്താണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. എവിടെ? തുമ്പ. എവിടെയാണത്? തിരുവനന്തപുരത്ത് തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? A രാജരാജനാണ്. ആരാണ്? A രാജരാജനാണ് അല്ലേ? ഓക്കെ, A രാജരാജനാണ്. അതേപോലെ തന്നെ ഈ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പറയുന്നത് എന്നാണ് സ്ഥാപിതമാകുന്നത്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാണ് എവിടെയാണ് സ്ഥാപിതമാകുന്നത്? എവിടെയായിരുന്നു? സതീഷ് ധവാൻ സ്പേസ് സെന്റർ 1971 ഒക്ടോബർ 1 1971 ഒക്ടോബർ 1 പറയുന്നത് ഈ പറയുന്ന സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ത് ചെയ്യുന്നത്? സ്ഥാപിതമാകുന്നു. ഒക്ടോബർ 1 എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിതമാകുന്നു അല്ലേ? ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ് അല്ലേ? അപ്പൊ ഒക്ടോബർ 1 എന്ത് ചെയ്യുന്നു? 1971 എന്ത് ചെയ്യുന്നു? സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ത് ചെയ്യുന്നു? സ്ഥാപിതമാകുന്നു. അതിന്റെ ഇപ്പോഴത്തെ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? ES പത്മകുമാറാണ്. VSSCയുടെ എന്ത് ചെയ്ത് നമ്മുടെ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? A രാജരാജനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അടുത്തത് 2025 വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കളായത് ആരാണെന്നുള്ളതാണ്. കാരണം 2025 കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കളായത് ആരാണെന്നുള്ളതായിരുന്നു. ആരായിരുന്നു? ബ്രസീലായിരുന്നു. ബ്രസീലാണ്. ഓക്കെ, എന്താണ്? 2025 വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ ആരാണ്? ബ്രസീൽ ആണ്. ബ്രസീൽ ആണ്. ഓക്കെ, അടുത്തത് പ്രഥമ നാട്യ വേദ പുരസ്കാരത്തിന് അർഹയായത് ആരാണെന്നുള്ളതാണ്. പ്രഥമ നാട്യവേദ പുരസ്കാരത്തിന് അർഹയായത് ആരാണെന്നുള്ളതായിരുന്നു. ആരാണ്? പത്മ സുബ്രഹ്മണ്യമാണ്. ആരാണ്? പത്മ സുബ്രഹ്മണ്യം. നിങ്ങൾക്ക് അറിയായിരിക്കും, ഭരതനാട്യത്തിന് അല്ലേ?
ഭരതനാട്യത്തിനൊക്കെ എന്ത് ചെയ്തു വളരെ പ്രശസ്തിയായിട്ട് ആർജിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് പത്മ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും പത്മവിഭൂഷൺ, അതായത് പത്മഭൂഷൺ ഈ പറയുന്ന എന്ത് ചെയ്ത ബഹുമതികൾക്കൊക്കെ അർഹയായ ഒരു നർത്തകിയും കൂടിയാണ് ആരെന്ന് പറയുന്നത് പത്മ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് അല്ലേ, പത്മ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത്. അപ്പം പ്രഥമ നാട്യ വേദ പുരസ്കാരത്തിന് അർഹയായത് ആരായിരുന്നു? പത്മ സുബ്രഹ്മണ്യമാണ്. സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ഭരതനാട്യത്തിലാണ്. പത്മഭൂഷൺ എന്ന് പറയുന്ന വളരെ എന്ത് ചെയ്ത് അതിൻ്റെ ഹയസ്റ്റ് സിവിൽ അവാർഡ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അടുത്തത് സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണെന്നുള്ളത്. ഓക്കെ, ആണ് സ്കൂൾ വളപ്പില് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുക, ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന എന്ത് ചെയ്ത് കുടുംബശ്രീയുടെ പദ്ധതി ഏതായിരുന്നു? സ്കൂഫെ എന്നാണ്. എന്താണ്? സ്കൂഫെ അല്ലേ, എന്താണ് സ്കൂഫെ എന്നാണ്. എന്താണ് സ്കൂഫെ എന്നാണ്, അറിയായിരിക്കും. കുടുംബശ്രീ ഇനിഷ്യേറ്റീവ് ആയിരുന്നു. ആദ്യ സമയങ്ങളൊക്കെ എന്താണ് ഈ പറഞ്ഞ കണ്ണൂർ ആസ്ഥാനമാക്കിയിട്ട് അവർ എന്ത് ചെയ്യുന്നത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വലിയൊരു എന്ത് ചെയ്യുക വിജയമാക്കി മാറി അതിൻ്റെ ബാക്കിയുള്ള സ്കൂളിലേക്ക് എന്ത് ചെയ്യുക ഇനി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഈ പറയുന്നത് സ്കൂഫെ എന്ന് പറയുന്നത്. എന്താണ് സ്കൂഫെ എന്ന് പറയുന്നത്? അതിൻ്റെ ഓർത്ത് പഠിച്ചു വെക്കുക. അപ്പോൾ സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണ് ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരെന്താണ്? സ്കൂഫെ എന്നാണ്. എന്താണ് സ്കൂഫെ എന്നാണ്. ഓക്കെ, അടുത്തത് ഉപയോഗശേഷം വലിച്ചെറിയുന്നതിന് പകരം ചെരുപ്പുകൾ ശേഖരിച്ച് ഉത്തരവാദിത്വത്തോടെ സംസ്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതി ഏതാണെന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഉപയോഗശേഷം വലിച്ചെറിയുന്നതിന് പകരം ചെരുപ്പുകൾ ശേഖരിച്ച് ഉത്തരവാദിത്വത്തോടെ സംസ്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതി ഏതായിരുന്നു? സീറോ ഫുഡ് മാർക്സ് എന്നാണ്. എന്താണ് സീറോ ഫുഡ് മാർക്സ് എന്നാണ്. എന്താണ് സീറോ ഫുഡ് മാർക്സ് എന്നാണ്. ഓക്കെ, എന്താണ് സീറോ ഫുഡ് മാർക്സ് ആണ്. അതായത് ആരാണ് ഇത് കൊണ്ടുവരുന്നത്? അതല്ല ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുന്ന ആരാണ്? ഇന്ത്യയിലെ കമ്പനി ആയിട്ടുള്ള VKC ആണ്. അതാണ് VKC ആണ് പറയുന്നത് ഇനിഷ്യേറ്റീവായിട്ട് എന്ത് ചെയ്യുന്നത് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, VKCയുടെ ഇനിഷ്യേറ്റീവ് ആണ് പറയുന്നത് സീറോ ഫുഡ് പേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സീറോ ഫുഡ് മാർക്സ് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ് കൊണ്ടുവരുന്നത്? VKC ആണ്. പ്രോഗ്രാമിന്റെ പേരെന്താണ്? സീറോ ഫുഡ് മാർക്സ് എന്നാണ്. ഓക്കെ, പഠിച്ചു വെക്കുക. അടുത്തത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണെന്നുള്ളതാണ്. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതായിരുന്നു? പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നുള്ളതാണ്. എന്താണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നുള്ളതാണ്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞാൽ ആദ്യത്തെ കുഞ്ഞിരിക്കുന്ന സമയത്ത് 5000 രൂപ അടുപ്പിച്ച് എന്ത് ചെയ്യുക ഈ പറയുന്ന അമ്മയ്ക്ക് ലഭിക്കുകയും അതിനുശേഷം രണ്ടാമത്തെ കുഞ്ഞാണെങ്കിൽ എന്താണ് പെൺകുട്ടിയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യുക 6000 രൂപ അടുപ്പിച്ച് നൽകുന്ന ഒരു പദ്ധതിയും കൂടിയാണ് പറയുന്നത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതായത് ഈ പറയുന്ന സ്ത്രീകൾക്ക് എന്ത് ചെയ്യുക അവർക്ക് പോഷകാഹാരം അവരുടെ ആരോഗ്യം മറ്റും ശ്രദ്ധിക്കുക എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്ന എന്ത് ചെയ്ത് ആ സ്കീം മുന്നോട്ട് വെക്കുന്നത് പറയുന്നു. ഓക്കെ, ഇതിന് മുമ്പത്തെ പേരെന്താണെന്ന് അറിയാമോ? പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ മുൻപത്തെ പേരെന്താണെന്ന് അറിയാമോ? ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന എന്താണ്? ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന എന്നാണ് ഇതിന്റെ പേര്. ഈ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന മുമ്പത്തെ പേര്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പഴയ പേരെന്ന് പറഞ്ഞാണ് എന്താണ് ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന എന്ന് ആയിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക ഓർത്ത് ഇരിക്കുക. ഓക്കെ, ആർക്കാണ് ഗർഭിണികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്കാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഇത് ലക്ഷ്യം കാണുന്നത്. ഓക്കെ, അടുത്തത് അതിർത്തിയിലെ സേനാനീക്കങ്ങൾക്കായിട്ട് പുതുതായിട്ട് രൂപീകരിക്കുന്ന ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ ഏതാണെന്നുള്ളതാണ്. എന്താണ് അതിർത്തിയിലെ സേനാനീക്കങ്ങൾക്കായിട്ട് പുതുതായിട്ട് രൂപീകരിക്കുന്ന ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ ഏതായിരുന്നു? ഇതാണ് ഭൈരവ് എന്നാണ്. ഭൈരവ് എന്നാണ്. ഓക്കെ, അപ്പൊ അതിർത്തിയിലെ സേനാനീക്കങ്ങൾക്കായിട്ട് പുതുതായിട്ട് രൂപീകരിക്കുന്ന ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ ഏതാണ്? ഭൈരവാണ്. മറന്നു പോകരുത്. ഇതാണ് ഭൈരവ് ആണ്. ഓക്കെ, അടുത്തത് ബാർബറോസയിലെ വനങ്ങളിൽ നിന്നും വീണ്ടും കണ്ടെത്തിയ പൂർണ്ണമായി വംശനാശം സംഭവിച്ചു എന്ന് കരുതിയിരുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് ഏതാണെന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് ഏതാണെന്നുള്ളതാണ്. ഏതായിരുന്നു? ബാർബഡോസ് ത്രെഡ് സ്നേക്ക് എന്നാണ്. എന്താണ് ബാർബഡോസ് ത്രെഡ് സ്നേക്ക് എന്നാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതാണ്. ബാർബഡോസ് ത്രെഡ് സ്നേക്ക് എന്നാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അപ്പൊ ബാർബഡോസിലെ വനങ്ങളിൽ നിന്നും വീണ്ടും കണ്ടെത്തിയ
പൂർണ്ണമായി വംശനാശം സംഭവിച്ചു എന്ന് കരുതിയിരുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് ഏതായിരുന്നു? ബാർബറോസയിലെ ത്രെഡ് സ്നേക്ക് ആണ്. അതാണ് ബാർബറോസയിലെ ത്രെഡ് സ്നേക്ക് ആണ്. ഓക്കെ, വളരെ ചെറിയ ഒരു എന്താണ് സ്നേക്ക് ആണ് ഈ പറയുന്ന ത്രെഡ് സ്നേക്ക്. യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി കാണാൻ പറ്റും, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. വളരെ ചെറിയ എന്താണ് ഒരു പാമ്പാണ് ഈ പറയുന്ന ത്രെഡ് സ്നേക്ക് എന്ന് പറയുന്നത്. ഒക്കെ റെഡ് ഡേറ്റ ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടും അറിയായിരിക്കും. വംശനാശ ഭീഷണി നേരിടുന്ന ഇത്തരത്തിലുള്ള മൃഗങ്ങളെയൊക്കെ എന്ത് ചെയ്യുക കുറിച്ച് പറയുന്ന ബുക്കാണ് ഈ പറയുന്ന റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത് അല്ലേ? ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത് അല്ലേ? അത്തരത്തിൽ ബുക്കിലേക്ക് എന്ത് ചെയ്യുക വളരെ പേര് വന്ന ഒരു ജീവജാലം കൂടെ ഈ പറയുന്നത് ഈ പറയുന്ന ത്രെഡ് സ്നേക്ക് എന്ന് പറയുന്നത്. ബാർബഡോസ ത്രെഡ് സ്നേക്ക് എന്ന് പറയും. അറിയായിരിക്കും നോർത്ത് അറ്റ്ലാന്റിക് ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യുക കാണപ്പെടുന്ന ദ്വീപസമൂഹമാണ് ഈ ബാർബഡോസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപസമൂഹമാണ് ഈ പറയുന്നത് എന്ന് പറയുന്നത് ബാർബഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഭാഗങ്ങളിൽ കാടുകളൊക്കെ കാണപ്പെടുന്ന ഒരു സ്നേക്ക് ആണെന്ന് ഈ പറയുന്ന ബാർബഡോസ ത്രെഡ് സ്നേക്ക് എന്ന് അറിയപ്പെടുന്നതാണ്. ബാർബഡോസ ത്രെഡ് സ്നേക്ക് എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ അടുത്ത് വംശനാശം സംഭവിച്ച് അതിന് മുഴുവൻ എന്ത് ചെയ്തു ഇല്ലാതായെന്ന് കരുതിയിരുന്ന ഇടയ്ക്ക് വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ പിന്നെയും കണ്ടെത്തിയിരുന്നത്. ഓക്കെ ഓക്കെ അടുത്ത 19 കടുവ ഇനത്തിൽപ്പെട്ട വണ്ടുകളെ കണ്ടെത്തിയത് എവിടെയാണെന്നുള്ളത്. കാര്യം ടൈഗർ ബീറ്റിൽസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. 19 കടുവ ഇനത്തിൽപ്പെട്ട വണ്ടുകളെ കണ്ടെത്തിയത് എവിടെ നിന്നായിരുന്നു എന്നുള്ളതായിരുന്നു അല്ലെ. ഇവിടെ നിന്നായിരുന്നു ദുധുവ ടൈഗർ റിസർവിൽ നിന്നാണ്. എവിടെയാണ്? ദുധുവ ടൈഗർ റിസർവിൽ നിന്നാണ്. ദുധുവ ടൈഗർ റിസർവ്. നിങ്ങൾക്ക് അറിയായിരിക്കും ടൈഗർ ബീറ്റിൽസ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഒരു തരം വണ്ടുകളാണെന്ന് പറയുന്നത് ഈ പറയുന്ന ദുധുവ ടൈഗർ റിസർവ് ചെയ്ത കണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദുധുവ ടൈഗർ റിസർവിൽ നിന്ന് എന്താണ് ഈ പറയുന്ന വണ്ടുകളാണ്. ഓക്കെ, വണ്ടുകളാണ് ടൈഗർ ബീറ്റിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത് ടൈഗർ ബീറ്റിൽസിനെ കണ്ടെത്തിയത് ദുധുവ ടൈഗർ റിസർവിൽ നിന്നാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UP-ലാണ്. എവിടെയാണ്? UP അറിയാം, ഉത്തർപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞ ദുധുവ ടൈഗർ റിസർവ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ നേപ്പാൾ ബോർഡറോട് ബന്ധപ്പെടുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ ദുധുവ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ 19 കടുവ ഇനത്തിൽപ്പെട്ട വണ്ടുകളെ കണ്ടെത്തിയത് എവിടെയായിരുന്നു? ദുധുവ ടൈഗർ റിസർവ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്തത്? UP-ലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അടുത്തത് എയർ ന്യൂസിലാൻഡിന്റെ CEO ആയിട്ട് നിയമിതനാകുന്ന ഇന്ത്യൻ വംശജൻ ആരാണ്? അതാണ് എയർ ന്യൂസിലൻഡിന്റെ CEO ആയിട്ട് നിയമിതനാകുന്ന ഇന്ത്യൻ വംശജൻ ആരാണെന്നുള്ളതാണ്. ആരായിരുന്നു? നിഖിൽ രവിശങ്കർ ആണ്. ആരാണ്? നിഖിൽ രവിശങ്കർ ആണ്. ഓക്കെ, എയർ ന്യൂസിലൻഡിന്റെ CEO ആയിട്ട് നിയമിതനാകുന്നത് ആരാണ്? നിഖിൽ രവിശങ്കർ ആണ്. ആരാണ്? നിഖിൽ രവിശങ്കർ ആണ്. ഇന്ത്യ മറന്നു പോകരുത്. ഓക്കെ അടുത്തത് സർക്കാർ ജീവനക്കാർക്കായിട്ട് സബാറ്റിക്കൽ ലീവ് സ്കീം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഇതാണ് സർക്കാർ ജീവനക്കാർക്കായിട്ട് സബാറ്റിക്കൽ ലീവ് സ്കീം ആരംഭിച്ചിട്ടുണ്ടായിരുന്ന സംസ്ഥാനം ഏതാണ്? സർക്കാർ ജീവനക്കാർക്കായിട്ട് സബാറ്റിക്കൽ ലീവ് അനുവദിച്ചിട്ടുണ്ടായിരുന്ന സംസ്ഥാനം ഏതായിരുന്നു? സിക്കിമാണ്. ഇതാണ് ശരിയാണ്, സിക്കിമാണ്. ഇതാണ് സിക്കിം ആണ്. ഓക്കെ, ഇതാണ് സിക്കിമാണ്. ഓക്കെ, പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞാൽ സബാറ്റിക്കൽ ലീവിന് പ്രധാനപ്പെട്ട ഈ സിക്കിമിന്റെ സബാറ്റിക്കൽ ലീവിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 365 ദിവസം മുതൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് മിനിമം എന്ത് ചെയ്യും നിങ്ങൾക്ക് ലീവ് എടുക്കാവുന്നതാണ്. അതായത് 1040 സംതിങ് അടുപ്പിച്ച് എന്ത് ചെയ്യുക ദിവസങ്ങൾക്ക് എന്ത് ചെയ്യുക അടുപ്പിച്ച് ലീവ് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. പ്രധാനമായിട്ടും പറയേണ്ടതെന്ന് പറഞ്ഞാൽ 50% അടുപ്പിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് സാലറി എന്ത് ചെയ്യും ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ സാലറിയുടെ പകുതി നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ പറഞ്ഞ ലീവ് എടുക്കുന്ന സമയങ്ങളിലേക്ക് എന്ത് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു 1 മന്ത് അടുപ്പിച്ച് എന്ത് ചെയ്യും നിങ്ങൾക്ക് നോട്ടീസ് നൽകി നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളെ തിരിച്ച് ജോലി എടുക്കാൻ എന്ത് ചെയ്യും ഇത് സഹായിക്കുന്നതായിരിക്കും. ഓക്കെ അപ്പൊ അത്തരത്തിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഒരു സ്കീമാണ് ഈ പറഞ്ഞ ഈ സിക്കിം കൊണ്ടുള്ള സബാറ്റിക്കൽ ലീവ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സർക്കാർ ജീവനക്കാർക്കായിട്ട് സബാറ്റിക്കൽ ലീവ് സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഈ പറഞ്ഞ സിക്കിമാണ്. ഇതാണ് സിക്കിമാണ്. ഓക്കെ, ഒരു വലിയൊരു സ്പാനിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ലീവ് നൽകി പോകുന്നത്. ഹെൽത്ത് വാക്കുള്ള വിഷയങ്ങളൊക്കെ നേരിടുന്നവർക്കാണ് പ്രധാനമായിട്ട് ഇത് എന്ത് ചെയ്യുന്നത് ഒരുപാട് ഉപയോഗം ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തത് സ്കൂൾ ഓഫ് സെമി കണ്ടക്ടർ സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. എന്താണ് സ്കൂൾ ഓഫ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന സംരംഭം ആരംഭിച്ചിട്ടുണ്ടായിരുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതായിരുന്നു. ഏതായിരുന്നു സ്കൂൾ ഓഫ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന എന്താണ് സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇതാണ് ശരിയാണ്. ഇതാണ് തമിഴ്നാട് ആണ്. എനിക്കറിയായിരിക്കും തമിഴ്നാട് ഗവൺമെന്റിലെ MK സ്റ്റാലിനും അതേപോലെ തന്നെ IIT മദ്രാസ്. ഇതാണ് IIT മദ്രാസ്. IIT മദ്രാസും
അതുപോലെ എന്താണ് ഇന്ത്യ സ്റ്റാലിൻ ഗവൺമെന്റ് എല്ലാം കൂടെ കൂടിച്ചേർന്നാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ സ്കൂൾ ഓഫ് സെമി കണ്ടക്ടർ എന്ത് ചെയ്യുന്നത് അവര് കൊണ്ടുവരുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് അവർ ലക്ഷ്യം കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 2047 കൂടി എന്താണ് ഇന്ത്യയിലെ തമിഴ്നാട് ഇന്ത്യ സെമി കണ്ടക്ടറിന്റെ ഒരു ഹബ്ബായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഈ സ്കീമായിട്ട് അവർ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് വരുന്നത് പറയുന്നത്. ഓക്കെ, ആരുടെ കൂടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IIT മദ്രാസിന്റെ കൂടെ ആദ്യം അവർ ചെയ്തത് ഈ പറയുന്ന സ്കീം മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്താണ് ഈ സ്കൂൾ ഓഫ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സ്കൂൾ ഓഫ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം സെമി കണ്ടക്ടേഴ്സ് വെച്ചാണ് ഈ പറയുന്നത് പൊതുവേ എന്താണ് ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത് മാനുഫാക്ചറിങ് മറ്റും എന്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്കൂൾ ഓഫ് സെമി കണ്ടക്ടർ സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതായിരുന്നു? തമിഴ്നാടാണ്. ആരുടെ കൂടാണ്? IIT മദ്രാസിന്റെ കൂടാണ്. ഓക്കെ, അടുത്തത് കേരളത്തിലെ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യത്തെ വീട് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, കേരളത്തിലെ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യത്തെ വീട് ഏതായിരുന്നു? വേങ്ങരയിലെ മേട എന്ന വീടാണ്. എന്താണ്? വേങ്ങരയിലെ മേട എന്ന വീടായിരുന്നു. ആരാണ്? വേങ്ങരയിലെ മേട എന്ന് പറയുന്ന വീടാണ് പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് കാർബൺ ന്യൂട്രൽ അല്ലേ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യത്തെ വീട് എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യത്തെ വീട് ഏതാണ്? ഈ പറയുന്ന വേങ്ങരയിലെ മേട എന്ന് പറഞ്ഞ വീടാണ്. അറിയായിരിക്കും ഈ വാട്ടർ കമ്മീഷന്റെയും ഇന്ത്യ റിസോഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്ന ഇത്രയും വലിയൊരു എന്താണ് അച്ചീവ്മെന്റ് ഇന്ത്യ ആ വീട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യത്തെ വീട് ഏതാണ്? വേങ്ങരയിലെ മേട എന്ന് പറയുന്ന വീടാണ്. ഓക്കെ, അടുത്തത് 2025 ഓഗസ്റ്റില് UK വടക്കൻ മേഖലകളിൽ വീശി അടിച്ച കൊടുങ്കാറ്റ് ഏതാണെന്നുള്ളതാണ്. എന്താണ്? 2025 ഓഗസ്റ്റില് UK എന്താണ് വടക്കൻ മേഖലയിൽ വീശി അടിച്ച കൊടുങ്കാറ്റ് ഏതായിരുന്നു? ഫ്ലോറിസ് കൊടുങ്കാറ്റാണ്. ഏതാണ്? ഫ്ലോറിസ് കൊടുങ്കാറ്റാണ്. ഓക്കെ, ഇതാണ് ഫ്ലോറിസ് കൊടുങ്കാറ്റ്. അപ്പൊ 2025 ഓഗസ്റ്റില് UK എന്ത് ചെയ്ത് വടക്കൻ മേഖലകളിൽ വീശി അടിച്ച കാറ്റ് ഏതായിരുന്നു? ഫ്ലോറിസ് എന്ന് പറയുന്ന കാറ്റായിരുന്നു. ഫ്ലോറിസ് എന്ന് പറയുന്ന കൊടുങ്കാറ്റായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിധിച്ചെന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡിലായിരുന്നു. എവിടെയാണ്? സ്കോട്ട്ലൻഡാണ്. ഓക്കെ, സ്കോട്ട്ലൻഡിന്റെ മേഖലയിലൊക്കെ ഒരുപാട് നാശനഷ്ടം വിധിച്ച ഒരു കാറ്റ് കൂടെയാണ് ഈ പറഞ്ഞ ഫ്ലോറിസ് എന്ന് പറയുന്ന കാറ്റ്. ഏകദേശം 80 MPH എന്ന് പറയുന്ന അളവിലാണ് എന്ത് ചെയ്യുന്നത് കാറ്റ് വീശി അടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് എന്ത് ചെയ്യുക നാശമൊക്കെ ഈ പറഞ്ഞ സ്കോട്ട്ലൻഡ് ഭാഗങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഒരുപാട് നാശങ്ങളൊക്കെ എന്ത് ചെയ്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെയാണ് UK എന്ത് ചെയ്ത വീശി അടിച്ച കാറ്റാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും UK എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം ആണ് അല്ലേ. UK ബ്രിട്ടനും അതേപോലെ തന്നെ ഇംഗ്ലണ്ട് എന്നൊക്കെ പറയുന്ന പല പ്രവിശ്യകളാണ് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. അതായത് ഇപ്പം അയർലൻഡ് ചില ഭാഗങ്ങൾ, അതേപോലെ തന്നെ ബ്രിട്ടന്, പിന്നെ എന്താണ് സ്കോട്ട്ലൻഡ് ഒക്കെ ചേരുന്ന ഭാഗങ്ങളാണെന്ന് പറയുന്നത് നമ്മൾ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അയർലൻഡ് കുറച്ച് ഭാഗങ്ങൾ, അതേപോലെ ബ്രിട്ടന്, ഇംഗ്ലണ്ട് എന്നീ സ്കോട്ട്ലൻഡ് ഒക്കെ പറയുന്ന ഭാഗങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഈ പറയുന്ന യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. അവിടെ വീശടിച്ച് കാറ്റ് ഏതാണ്? ഫ്ലോറിസ് കൊടുങ്കാറ്റാണ്. ഓക്കെ, അത് 2025 ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഏതാണെന്നുള്ളതാണ്. എന്നാൽ 2025 ഇന്ത്യ സന്ദർശിച്ച ഫിലിപ്പീൻസ് പ്രസിഡന്റ് ആരായിരുന്നു? ഫെർഡിനാൻഡ് ആർ മാർക്കോസ് ജൂനിയർ ആണ്. ആരാണ്? ഫെർഡിനാൻഡ് ആർ മാർക്കോസ് ജൂനിയർ ആണ്. 2025 ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന ഫിലിപ്പീൻസ് പ്രസിഡന്റ് ആരായിരുന്നു? ഫെർഡിനാൻഡ് ആർ മാർക്കോസ് ജൂനിയർ ആണ്. ഓക്കെ, അല്ല അപ്പം എന്ത് ചെയ്യുന്നു ഈ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടും നരേന്ദ്രമോദിയുമായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു സ്റ്റാമ്പ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് അല്ലേ. 5000 രൂപയുടെ സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞ എന്ത് ചെയ്യുക സ്റ്റാമ്പ് ചെയ്തു സ്റ്റാമ്പ് ഒക്കെ എന്ത് ചെയ്യുക അവര് ഇറക്കിയിട്ടുണ്ട്. എനിക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഈ പറഞ്ഞ ലോട്ടസും അതേപോലെ എന്താണ് സാംപിഗീറ്റ എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു എന്താണ് ഫ്ലവറും കൂടെ ഒക്കെ കൂട്ടിച്ചേർത്താണ് ഒരു സ്റ്റാമ്പ് ഒക്കെ എന്ത് ചെയ്യുന്നത് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇന്ത്യ ഫിലിപ്പീൻസ് ബന്ധമൊക്കെ ഇന്ത്യ ഊഷ്മളമാക്കുക എന്നൊക്കെ പറഞ്ഞ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്ന മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, 2025 ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച ഫിലിപ്പീൻസ് പ്രസിഡന്റ് ആരാണ്? ഫെർഡിനാൻഡ് ആർ മാർക്കോസ് ജൂനിയർ ആണ്. ഓക്കെ, അടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക ലക്ഷ്യത്തോടു കൂടി സീറോ പോവർട്ടി P4 സംരംഭം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ലക്ഷ്യത്തോടു കൂടി സീറോ പോവർട്ടി P4 സംരംഭം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. അതാണ് ആന്ധ്രാപ്രദേശാണ് അല്ലേ. ഇനി വരും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ ആന്ധ്രയുടെ പോവർട്ടിയിലെ പോവർട്ടിയിൽപ്പെടുന്ന ആളുകളേക്ക് ഇന്ത്യ മുന്നോട്ടേ കൊണ്ടുവരിക. പോവർട്ടിയിൽ നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന ആന്ധ്ര സർക്കാരിന്റെ ഈ പറയുന്ന P4 എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുന്നത്. ഓക്കെ, അവിടെ ഇന്ത്യ ഓർത്തിരിക്കുക.
അടുത്തത് ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ദുരന്തം സംഭവിച്ച ഗ്രാമം ഏതാന്നുള്ളതായിരുന്നു. ഇതാണ് ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ദുരന്തം സംഭവിച്ച ഗ്രാമം ഏതായിരുന്നു? ഏതാണ്? ധരാലിയായിരുന്നു. ഇതാണ് ധരാലിയാണ്. ഏതാണ്? ധരാലിയാണ് അല്ലെ. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ദുരന്തം സംഭവിച്ച ഗ്രാമം ഏതായിരുന്നു? ധരാലിയായിരുന്നു അല്ലെ. ധരാലി ഒരുപാട് മനുഷ്യർ അതേപോലെ തന്നെ പട്ടാള ക്യാമ്പൊക്കെ എന്ത് ചെയ്യുന്നു ഒലിച്ചു പോയിരുന്ന ഒരു സംഭവമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്ന. അടുത്ത ദിവസങ്ങളായിട്ട് നടന്ന സംഭവമായിരുന്നു ഈ ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. നമുക്കറിയായിരിക്കും വെള്ളം എന്ത് ചെയ്യുക അനിയന്ത്രമായ രീതിയിലുള്ള എന്താണ് ജലം വരിക, അതേപോലെ എന്ത് ചെയ്യുക ഒരു ധാരാളിയും പറയുന്ന ഈ പറഞ്ഞ പ്രദേശം മൊത്തം എന്ത് ചെയ്യുക ഇല്ലാതാക്കുകയും ചെയ്ത ഒന്നായിരുന്നു. ഓക്കെ, അത് പറഞ്ഞാൽ ഭഗീരഥി നദിയും അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കണം. ഏതാണ്? ഭഗീരഥി നദിയാണ്. ഏതാണ്? ഭഗീരഥി നദിയാണ്. ഓക്കെ, അതാണ് ഭഗീരഥി നദിയാണ് ചെയ്യുന്നത്. നദിയുടെ റൂട്ടിലുണ്ടായിരുന്ന ഈ പ്രദേശമാണ് ചെയ്യുന്നത് ഈ പെട്ടെന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മേഘവിസ്ഫോടനത്തിൽ എന്ത് ചെയ്യുന്നത് ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മലമുകളിലാകട്ടെ പ്രധാനമായിട്ട് ഈ മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലമുകളിൽ പ്രധാനമായിട്ട് എന്ത് ചെയ്യുക പെട്ടെന്ന് മഴയൊക്കെ പെയ്ത് പെട്ടെന്ന് എന്ത് ചെയ്യുക അവിടെയൊക്കെ എന്ത് ചെയ്യുക പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സംവിധാനം ഉണ്ടാകും. ഓക്കെ, പെട്ടെന്ന് വെള്ളമൊക്കെ അവിടെ എന്ത് ചെയ്യുക ഉണ്ടാവുക. അത് എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക വളരെ മാസമായിട്ടുള്ള എമൗണ്ടിൽ എന്ത് ചെയ്യുക അവർ താഴേക്ക് വരിക. താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും അത് വരുന്ന പ്രദേശങ്ങളെല്ലാം അത് എന്ത് ചെയ്യും അത് തൂത്തുടച്ച് എന്ത് ചെയ്യും എടുത്തുകൊണ്ട് പോകുന്ന പരിപാടിയാണ് ഇരിക്കുന്നത് മേഘവിസ്ഫോടനം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പെട്ടെന്നായിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യും വലിയ വൻതോതിലുള്ള മഴ എന്ത് പെട്ടെന്ന് എന്ത് ചെയ്യും ഉണ്ടാവും. ഇതെന്ത് ചെയ്യും ജലത്തിന്റെ അളവ് എന്ത് ചെയ്യും വളരെയധികം കൂട്ടും. ഇതിനോടൊപ്പം തന്നെ ചെളി കല്ല് ഇതൊക്കെ എന്ത് ചെയ്യും പെട്ടെന്ന് എല്ലാം കൂടെ എന്ത് ഒലിച്ച് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി ഒരു സംഭവമാണ് ഈ പറയുന്ന മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. ഓക്കെ, റാപ്പിഡ് ഫ്ലഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ കാരണമാണ് ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. ഓക്കെ, ജോഗ്രഫി പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും അല്ലെ. അങ്ങനെയാണ് ധരാലി എന്ന് പറയുന്ന സ്ഥലമൊക്കെ എന്ത് ചെയ്ത് ഒഴിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ഭഗീരഥി നദിയാണ്. ഓക്കെ, ഇതാണ് ഭഗീരഥി നദിയാണെന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് ഒഴുകുന്നത്. ഓക്കെ, ഭഗീരഥി നദിയാണ്. അടുത്തത് 64ാമത് സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ്. കാരണം 64ാമത് സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂർ ആണ്. അതാണ് 64ാമത് സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. അതേപോലെ തന്നെ സ്പോർട്സ് മീറ്റിന് വേദിയാകുന്നത് എവിടെയാണ്? സ്പോർട്സ് മീറ്റിന് വേദിയാകുന്നത് എവിടെയാണ്? അത് പറയുന്നത് തിരുവനന്തപുരമാണ്. അതാണ് തിരുവനന്തപുരമാണ്. ഓക്കെ, സ്പോർട്സ് മീറ്റിന് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സ് കലോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണ്? അത് ഈ പറയുന്നത് കോഴിക്കോടാണ്. എവിടെയാണ്? കോഴിക്കോടാണ്. ഓക്കെ, ഇത്രയും കാര്യം എന്ത് ചെയ്യുക കൊടുത്തിരിക്കുക. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയാകുന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. ഓക്കെ, അടുത്തത് കുറഞ്ഞ വിലയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ്. എന്താണ് കുറഞ്ഞ വിലയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ഹോം ഷോപ്പ് എന്നാണ്. എന്താണ്? ഹോം ഷോപ്പ് എന്താണ് കുറഞ്ഞ വിലയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണെന്നത് ഹോം ഷോപ്പ് എന്നുള്ളതാണ്. എന്താണ്? ഹോം ഷോപ്പ് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിലക്കുറഞ്ഞ രീതിയിൽ ആളുകൾക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ആപ്പ് ഏതാണെന്ന് ചോദിച്ചതാണ്. കേരള സർക്കാർ അടുത്ത പുറത്തിറങ്ങിയ ഓൺലൈൻ ആപ്പ് ഏതായിരുന്നു? പോക്കറ്റ് മാർട്ടാണ്. പോക്കറ്റ് മാർട്ടാണ്. പോക്കറ്റ് മാർട്ട് എന്നുള്ളതാണ്. ഓക്കെ, പോക്കറ്റ് മാർട്ട് എന്നുള്ളത് അതുകൂടെ എന്ത് ചെയ്യുക കൊടുത്തിരിക്കുക. ഓക്കെ, ആണ് പോക്കറ്റ് മാർട്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഓക്കെ, പെൺകുട്ടികൾക്കായിട്ടുള്ള ആദ്യ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഹൈദരാബാദാണ്. എവിടെയാണ്? ഹൈദരാബാദാണ്. ഓക്കെ, അപ്പൊ പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിൽ ആദ്യത്തെ എന്താണ് ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? ഹൈദരാബാദാണ്. എവിടെയാണ്? ഹൈദരാബാദ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അതോടൊപ്പം തന്നെ എന്താണ് ഈ പറയുന്ന ഫിഫയും കൂടെ കൂടിച്ചേർന്നാണ് എന്ത് പറയുന്നത് പെൺകുട്ടികൾക്കായിട്ട് ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വരുന്നത്. അതുപോലെ ഗച്ചിബോളി ഈ പറയുന്ന എന്താണ് ഗച്ചിബോളി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇവർക്ക് എന്ത് ചെയ്യുക പരിശീലനമൊക്കെ കൊടുക്കുന്നത്. ഹൈദരാബാദ് ഗച്ചിബോളി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇവർക്ക് പരിശീലനം മറ്റും എന്ത് ചെയ്യുന്നത് കൊടുത്തു വരുന്നത്. ഓക്കെ, അവിടെ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. തെലങ്കാനയിലാണ്. ഓക്കെ, അടുത്തത് പ്രഥമ ബിംസ്റ്റെക് ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ്. എന്താണ്? പ്രഥമ ബിംസ്റ്റെക് മ്യൂസിക് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ്. പ്രഥമ ബിംസ്റ്റെക് ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം ബിംസ്റ്റെക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ എന്താണ് മൾട്ടി സെക്ടറൽ എക്കണോമിക് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞത് അല്ലേ. മൾട്ടി സെക്ടർ എക്കണോമിക് കോർപ്പറേഷൻ പറഞ്ഞ ഒരു സംഘടനയാണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത്. രാജസ്ഥാൻ പറഞ്ഞാൽ ധാക്കയാണ്. ഇവിടെയാണ് ധാക്ക എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണ്.
ബംഗ്ലാദേശിലെ ധാക്കയിലാണ് ഈ പറയുന്ന ബിംസ്റ്റെക്കിന് എന്ത് ചെയ്തത് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന രീതിയിൽ എന്ത് സ്ഥാപിതമായിട്ടുണ്ടായത്. നിങ്ങൾക്കറിയായിരിക്കും പറയുന്ന ശ്രീലങ്ക, ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നീ കുറച്ച് രാജ്യങ്ങളായിട്ടാണ് കൂടിച്ചേർന്നുള്ള ഒരു സംഘടനയാണ് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ എന്താണ് മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ പറയുന്ന ബിംസ്റ്റെക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ബിംസ്റ്റെക്കിന്റെ ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, അടുത്തത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 6000 റൺസ് നേടിയ ആദ്യ താരം ആരാണെന്നുള്ളതാണ്. അതാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 6000 റൺസ് നേടിയ ആദ്യ താരം ഏതാണ്? ജോ റൂട്ട് ആണ്. ഏതാണ്? ജോ റൂട്ട് ആണ്. അപ്പോൾ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 6000 റൺസ് നേടിയ ആദ്യ താരം ഏതാണ്? ജോ റൂട്ട് ആണ്. ഏതാണ്? ജോ റൂട്ട് ആണ്. ഓക്കെ, ആരാണ് ജോ റൂട്ട്? പറയാൻ ഇംഗ്ലണ്ടിന്റെ താരമാണ്. ആരാണ്? ഇംഗ്ലണ്ടിന്റെ അല്ലേ? ഇംഗ്ലണ്ടിന്റെ താരമാണ് പറയുന്നത് ജോ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഈ പറയുന്ന 6000 റൺസ് നേടിയിട്ടുണ്ടായിരുന്ന ആദ്യ താരമാരാണ്? ജോ റൂട്ട്. ആരാണ്? ജോ റൂട്ടാണ്. ആരാണ്? ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 6000 റൺസ് നേടിയ ആദ്യ താരമാരാണ്? ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ടാണ്. ഓക്കെ, ഓർത്തു വെക്കുക എന്താണ്? ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ടാണ്. ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ട് ആണ്. ഓർത്തിരിക്കുക. അടുത്തത് നീതി ആയോഗിന്റെ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി സൂചികയിൽ കേരളത്തിന് എത്രാം സ്ഥാനമാണെന്നുള്ളതായിരുന്നു. ഓക്കെ, എന്താണ് നീതി ആയോഗിന്റെ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയായിരുന്നു? കേരളത്തിന്റെ സ്ഥാനം 19ാമതായിരുന്നു. എന്താണ് കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 19ആണ്. കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 19. നിങ്ങൾക്ക് അറിയായിരിക്കും നീതി ആയോഗ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നറിയപ്പെടുന്ന 2015 സ്ഥാപിതമായിട്ടുണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷന്റെ മറ്റൊരു പേരായിരുന്നു പറയുന്നത് നീതി ആയോഗ് എന്ന് പറയുന്നത് അല്ലെ. നീതി ആയോഗ് എന്ത് ചെയ്ത് പുറത്തിട്ടുണ്ടായിരുന്ന ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി സൂചികയിലായിരുന്നു എന്ത് പറയുന്നത് കേരളത്തിന് 19ാമത്തെ റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആദ്യത്തെ റാങ്കുകളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം പറയുന്ന ഡൽഹി അല്ലെ, ഡൽഹി, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് അല്ലേ, ഛത്തീസ്ഗഡ് അല്ലെ ചണ്ഡീഗഡ്. ഓക്കെ, ഛത്തീസ്ഗഡ് അല്ല ചണ്ഡീഗഡ് ആണ്. മഹാരാഷ്ട്ര, ചണ്ഡീഗഡ് എന്നീ പ്രദേശങ്ങളായിരുന്നു പറയുന്നത് സ്ഥലങ്ങളായിരുന്നു പറഞ്ഞ ആദ്യത്തെ ഉണ്ടായിരുന്നത്. അതിനകത്ത് തന്നെ എന്താണ് 19ാം സ്ഥാനത്ത് വന്ന എവിടാണ്? ഇവിടെ കേരളമാണ്. കേരളമാണ്. ഓക്കെ, അടുത്തത് ദേശീയ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയത് ആരാണെന്നുള്ളതാണ്. എന്താണ് ദേശീയ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയത് ആരായിരുന്നു? ശ്രേയ ബിനിലാണ്. ശ്രേയ ബിനിലാണ്. ആരാണ്? ശ്രേയ ബിനിലാണ്. ഓക്കെ, ശ്രേയ ബിനിലാണ് പറയുന്നത് ദേശീയ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയ ആരാണ്? ശ്രേയ ബിനിലാണ്. പേര് മറന്നു വരുന്നത് എന്താണ്? ശ്രേയ ബിനിൽ എന്നാണ്. ഓക്കെ, അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമനാമയെ ഒരു കമ്മ്യൂണിറ്റി റിസർവ് സംരക്ഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഓക്കെ, എന്താണ് വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമനാമയെ ഒരു കമ്മ്യൂണിറ്റി റിസർവ് സംരക്ഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നുള്ളത്? ഏതായിരുന്നു? നാഗാലാൻഡ് ആണ്. ഏതാണ്? നാഗാലാൻഡ് ആണ്. നമുക്കറിയായിരിക്കും നാഗാലാൻഡ് എന്ന് പറയുന്ന സംസ്ഥാനമാണ് പറയുന്നത്. ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമനാമയെ ഒരു കമ്മ്യൂണിറ്റി റിസർവ് സംരക്ഷിക്കുന്ന ആദ്യ സംസ്ഥാനം പറയുന്നതാണ് റിസർവ് സംരക്ഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പറയുന്നതാണ് നാഗാലാൻഡ് ആണ്. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക, അടുത്തത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഈ പറയുന്ന ആമകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെ, ആമകളെ സംരക്ഷിക്കുന്ന ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻ ഏതായിരുന്നു? ഒഡീഷ തരത്തിൽ നടത്തുന്ന ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ഒലീവിയ എന്നുള്ളതാണ്. അതാണ് ഓപ്പറേഷൻ ഒലീവിയ എന്നാണ്. ഓപ്പറേഷൻ ഒലീവിയ എന്ന് പറഞ്ഞാൽ ഒലീവിയ എന്നറിയപ്പെടുന്ന ആമകളൊക്കെ എന്ത് ചെയ്യുക സംരക്ഷിക്കുക. അവരുടെ പ്രജനന കാലത്ത് ഒഡീഷ തീരങ്ങളാണ് അവർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ തീരങ്ങളൊക്കെ എന്ത് ചെയ്യുക അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തുക എന്ന അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്ന കോസ്റ്റ് ഗാർഡിന്റെ ഒലീവിയ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഒലീവിയ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ പറയുന്ന ആമകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അടുത്തത് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ആരാണെന്നുള്ളത്? ആരാണ്? കേന്ദ്രമന്ത്രിയായിട്ടുണ്ടായിരുന്ന അമിത്ഷായാണ്. ആരാണ്? കേന്ദ്രമന്ത്രിയായിട്ടുണ്ടായിരുന്ന അമിത്ഷായാണ്. നമുക്കറിയായിരിക്കും പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഫസ്റ്റ്. രണ്ടാമത് പറഞ്ഞാലാണ് നരേന്ദ്ര മോദി ആയിരുന്നു അല്ലെ. മൂന്നാമത് നോക്കുകയാണെങ്കിൽ മൂന്നാമത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. നാലാമത് നോക്കുകയാണ് ആരിലാണ്? മൻമോഹൻ സിംഗ് ആണ് അല്ലെ. ഇപ്പൊ ഇത്രയും നോക്കുക. അപ്പൊ പറഞ്ഞാല് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു അല്ലെ ജവഹർലാൽ നെഹ്റു ആണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചായിരുന്നു നരേന്ദ്രമോദിയാണ് ഇപ്പൊ നിൽക്കുന്നത്. മൂന്നാമത് ഇന്ദിരാഗാന്ധിയാണ്. നാലാമത് പറയുന്നതാണ് ഇപ്പൊ മൻമോഹൻ സിംഗ് ആണ്. ഇത്രയും കൂടെ എന്ത് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ട് സ്ഥാനത്തിരുന്ന വ്യക്തി ആരാണ്? അമിത്ഷായാണ്. ആരാണ്? അമിത്ഷായാണ്. ഓക്കെ, അടുത്തത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. എന്താണ് ഞാൻ പറയുന്നത്? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്?
തെലങ്കാനയാണ്. ഇതാണ് തെലങ്കാനയാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ സ്കീം ഏതാണ്, പദ്ധതി ഏതാണെന്ന് ചോദിച്ചതാണ് അവയവദാനം അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് ബന്ധപ്പെട്ടുണ്ടായിരുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചതാണ് മൃതസഞ്ജീവനി. അതാണ് മൃതസഞ്ജീവനിയാണ്. അവിടെ മൃതസഞ്ജീവനിയാണ്. എന്താണ് മൃതസഞ്ജീവനിയാണ്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. അപ്പം മൃതസഞ്ജീവനി എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ ഇത്തരത്തിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ബന്ധപ്പെട്ട ഒരു സ്കീമാണ് പറയുന്നത് മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് താളി ഓലകൾക്കായിട്ട് പ്രത്യേക കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഓക്കെ, താളി ഓലകൾക്കായിട്ട് പ്രത്യേക കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കാര്യവട്ടമാണ്. തിരുവനന്തപുരത്തെ കാര്യവട്ടം നിങ്ങൾക്ക് അറിയായിരിക്കും. ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി അവിടെയാണ് ഇത് പ്രവർത്തിച്ചു പോകുന്നത്. ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് ലൈബ്രറി എന്നറിയപ്പെടുന്ന ഈ ഭാഗത്താണ് ഈ പറയുന്നത് പൊതുവെ ഇത് സംരക്ഷിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ ഇവിടെയാണ് കാര്യവട്ടത്താണ്. ഒക്കെ താളിയോലകൾക്കായിട്ട് പ്രത്യേക പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? പറയുന്ന കാര്യവട്ടമാണ്. കാര്യവട്ടം അറിയായിരിക്കും. കാര്യവട്ടം ക്യാമ്പസ് ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരു കാര്യവട്ടത്താണ്. ഇവിടെയാണ് കാര്യവട്ടം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താണ്. ഓക്കെ, അടുത്തത് ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മശതാബ്ദി കോൺഫറൻസിന് വേദിയായത് ഇവിടെയാണെന്നുള്ളതാണ്. ഇവിടെയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മശതാബ്ദി കോൺഫറൻസിന് വേദിയായത് എവിടെയായിരുന്നു? ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹി ആണ്. ഓക്കെ, ഇപ്പൊ ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മശതാബ്ദി കോൺഫറൻസിന് വേദിയായത് എവിടെയാണ്? പറയുന്ന ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹി ആണ്. ഓക്കെ, ന്യൂഡൽഹി എന്ത് ചെയ്യുന്നു? അവര് ഈ പറഞ്ഞായിരുന്നു അല്ലേ, ന്യൂഡൽഹി വെച്ചിട്ട് നടന്ന ഈ പരിപാടിയിൽ എന്ത് ചെയ്തു? നരേന്ദ്രമോദി ആയിരുന്നു അതിന്റെ ഉദ്ഘാടനം മറ്റോ ഉണ്ടായിരുന്നത് അല്ലേ? അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ആ സമയത്ത് ഗുജറാത്തിൽ മറ്റുമായിട്ട് എന്ത് ചെയ്യുക ഉള്ള ചെറിയൊരു കാർഷികപരമായിട്ടൊക്കെ മുന്നോട്ടിരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുക അഭിസംബോധനയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എം എസ് സ്വാമിനാഥൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ പറയുന്ന എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഫസ്റ്റ് വേൾഡ് ഫുഡ് പ്രൈസ് ഒക്കെ ലഭിച്ച വ്യക്തിയാണ് ഈ പറയുന്ന എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്നത് അല്ലേ? എം എസ് സ്വാമിനാഥൻ ഫസ്റ്റ് വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച വ്യക്തികളാണ് ഈ പറയുന്ന എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് പ്രഥമ ചെസ് ഇ സ്പോർട്ട് ലോകകപ്പിന്റെ ജേതാവ് ആരാണെന്നുള്ളതാണ്. പ്രഥമ ചെസ് ഇ സ്പോർട്സ് ലോകകപ്പിന്റെ ജേതാവ് ആരായിരുന്നു? ആരാണ്? വളരെ വിഖ്യാതനായിട്ടുള്ള ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ ആണ്. ഓർത്തിരിക്കുക. പ്രഥമ ചെസ് ഇ സ്പോർട്സ് ലോകകപ്പിന്റെ ജേതാവ് ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ. ഓക്കെ, അടുത്തത് നിപ്പ വൈറസിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ശേഷിയുള്ള സസ്യ തന്മാത്രകളെ കണ്ടുപിടിച്ചത് ആരാണെന്നുള്ളതായിരുന്നു. ഓക്കെ, എന്താണ്? നിപ്പ വൈറസുകളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ശേഷി ഉണ്ടായിരുന്ന ശേഷിയുള്ള തന്മാത്രകളെ കണ്ടുപിടിച്ചത് എവിടെയാണെന്നുള്ളത് എവിടെയായിരുന്നു? പാലക്കാട് IIT-യിലെ ഗവേഷകരായിരുന്നു. പാലക്കാട് IIT-യിലെ ഗവേഷകരാണ്. അപ്പോൾ നിപ്പ വൈറസ് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ശേഷിയുള്ള സസ്യ തന്മാത്രകൾ കണ്ടുപിടിച്ചായിരുന്നു പാലക്കാട് IIT-യിലെ ഗവേഷകർക്കും. ഈ പറയുന്ന നിപ്പ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ജന്തുക്കൾ ഇതിലെ ശ്രവങ്ങൾ മൂലം ഉണ്ടാകുന്ന ശ്രവണമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം മനുഷ്യ സമ്പർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ്. ഇപ്പോൾ തലച്ചോറ് ലങ്സിലൊക്കെ എന്ത് ചെയ്യുക ഒരുപാട് കേടുപാടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വൈറസ് രോഗമാണ് അല്ലേ? മരണമൊക്കെ എന്താണ് ഏകദേശം മരണ നിരക്ക് കൂടുതലുള്ള ഒരു രോഗം കൂടാണ് ഈ പറഞ്ഞ നിപ്പ എന്ന് പറഞ്ഞത് അല്ലേ? പാരമിക്സോ വൈറസ് എന്നാണ് പറയുന്ന വൈറസിനെ അറിയപ്പെടുന്നത് ആണ് പാരമിക്സോ വൈറസ് എന്നാണ്. ഓക്കെ, എന്താണ് പാരമിക്സോ വൈറസ് എന്നാണ് ചെയ്യുന്നത് വൈറസിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അതും കൂടെ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അടുത്തത് ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങൾക്കെതിരെ പകരം ചുങ്കം ചുമത്തിയ രാജ്യം ഏതാണെന്നുള്ളതാണ്. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങൾക്കെതിരെ ചുങ്കം ചുമത്തിയ രാജ്യം ഏതായിരുന്നു? USA-യിലെ ഡൊണാൾഡ് ട്രംപ് ആണ് അല്ലേ? US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ് അല്ലേ? ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു ഇന്ത്യക്കെതിരായിട്ട് 50% ചുങ്കം ചുമത്തിയിട്ടുണ്ടായിരുന്നത്. എന്തിനെതിരായിരുന്നു? ഇന്ത്യ എന്ത് ചെയ്യുന്നു? റഷ്യയുടെ എന്ത് ചെയ്യുന്നു? ഓയിൽ മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന് ഇന്ത്യക്കെതിരായിട്ട് എന്ത് ചെയ്യുന്നത്? ചുങ്കം ചുമത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഷീ ജിൻപിങ്ങിനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ എന്ത് ചെയ്യുക അല്ലെങ്കിൽ ചൈനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിൻപിങ്ങിനെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. അതിന് റഷ്യൻ പ്രസിഡന്റ് ആയിട്ട് വ്ളാഡിമിർ പുടിൻ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് മറ്റോ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ഈ സമയത്താണ് ബ്രിക്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ചെയ്യുന്നത് ആക്റ്റീവ്. നിങ്ങൾക്ക് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക പോലെ ചൈന പറയുന്ന രാജ്യങ്ങളെ കൂടെ ഒരു സംയുക്ത സഖ്യമാണ് ബ്രിക്സ് എന്ന് പറയുന്നത് അല്ലേ? എന്ത് ചെയ്യുക? ബ്രിക്സിനോട് ശക്തിപ്പെടുന്ന സംവിധാനമാണ് ബ്രിക്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവിടെ പണ്ടത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം US ഡോളറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു ഗോൾഡ് അടിസ്ഥാനപ്പെടുത്തിയുള്ള കറൻസിയാണ് അവർ എന്ത് ചെയ്യുന്നത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ലോക വ്യാപാരത്തിന്റെ ഏറെക്കുറെ 3/4 ഭാഗം ചെയ്യുന്നത് എന്താണ്? പറഞ്ഞ US ഡോളറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്യുന്നത് അല്ലേ? റീപ്ലേസ് ചെയ്യാനാണ് ബ്രിക്സിന്റെ എന്ത് ചെയ്യുന്നത് തീരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്ത് ഓർത്തിരിക്കുക. അതായത് രാജ്യത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ അമ്മയായിട്ട് ആയത് ആരാണ്?
രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ഉയരം കുറഞ്ഞ അമ്മ സിമിയാണ്, തൃശ്ശൂരുകാരിയാണ്. അതാണ് തൃശ്ശൂരുകാരായിട്ടുള്ള സിമിയാണ്. ഓക്കെ, തൊട്ട് മുമ്പ് കാമാക്ഷി എന്ന് പറഞ്ഞ ആന്ധ്രാപ്രദേശുകാരി എന്ത് ആയിരുന്നു, തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പം ആരാണ്, സിമിയാണ്. ഓക്കെ, അടുത്തത് സ്വീഡിഷ് യുദ്ധവിമാനങ്ങൾക്കായിട്ട് $600 മില്യൺ കരാറ് നൽകിയ രാജ്യം ഏതാണെന്നുള്ളതാണ്. സ്വീഡിഷ് യുദ്ധവിമാനങ്ങൾക്കായിട്ട് $600 മില്യൺ കരാറ് നൽകിയ രാജ്യം ഏതാണ്, തായ്ലാന്റ് ആണ്. ഇതാണ് തായ്ലാന്റ്. നിങ്ങൾക്കറിയാം സ്വീഡന്റെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ സ്വീഡൻ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്, തായ്ലാന്റ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ യുദ്ധവിമാനങ്ങൾ ചെയ്യുന്നത്. എനിക്കറിയാം ഈ തായ്ലാന്റും കംബോഡിയയായിട്ട് എന്ത് ചെയ്യുക, അടുത്ത ഈ അതിർത്തി തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഈ സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഏത് എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവർ സംഘർഷം നടന്നു നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അടുത്തത് US ഓഹോയുടെ 12ാമത് സോളിസിറ്റർ ജനറലായിട്ട് നിയമിതനായത് ആരാണെന്നുള്ളതായിരുന്നു. ഓക്കെ, ഇതാണ് US ഓഹോയുടെ 12ാമത് സോളിസിറ്റർ ജനറലായിട്ട് നിയമിതയായത് ആരായിരുന്നു, മധുര ശ്രീനിവാസനാണ്. മധുര ശ്രീനിവാസനാണ് അല്ലെ, മധുര ശ്രീനിവാസനാണ് പറയുന്നത്. US ഓഹോയുടെ 12ാമത് സോളിസിറ്റർ ജനറലായിട്ട് നിയമിതനായത് ആരാണ്, പറയുന്ന മധുര ശ്രീനിവാസൻ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ACDB അക്കാഡമി തിരുവിതാംകൂർ LDC വേണ്ടി ലോങ് ടൈം ബാച്ച് ആരംഭിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ACDB അക്കാഡമി നമ്മുടെ തിരുവിതാംകൂർ LDCക്ക് വേണ്ടി ഒരു ലോങ് ടൈം ബാച്ച് ആരംഭിച്ചിട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാൻസ് ഉണ്ട്, അതേപോലെ തന്നെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, ഡെയിലി കറണ്ട് അഫയർ സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയർ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു എക്സാം ഒക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അത്യാവശ്യം എങ്ങനെ ഒരു എക്സാം നമ്മൾ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഏത് രീതിയിൽ വേണം നമുക്ക് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അത്തരത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്. നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പഠിക്കണം, ഓക്കെ, അതിനനുസരിച്ചുള്ള നോട്ടുകൾ, ഓക്കെ, അതിനുശേഷം പഠിച്ച് എത്രത്തോളം പഠിച്ചെന്ന് അറിയാൻ വേണ്ടിയാണ് മോക്ക് ടെസ്റ്റുകൾ മറ്റൊക്കെ എന്ത് ചെയ്യും നടത്തി നിങ്ങൾ എന്ത് ചെയ്യും, സെറ്റാക്കി ഞങ്ങളെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന തിരുവിതാംകൂർ LDC എക്സാം ഒക്കെ എന്ത് ചെയ്യാം, ഒരുമിച്ച് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ACDB അക്കാഡമിയുടെ തിരുവിതാംകൂർ LDCയുടെ ലോങ് ടൈം ബാച്ചിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ACDB അക്കാഡമി ആപ്പ് നമുക്ക് എന്ത് ചെയ്യാം, പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അതല്ല നമ്മുടെ ബാച്ചോട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ മറ്റുണ്ട്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംശയങ്ങൾ മറ്റും നിലനിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9995467246 എന്നുള്ളതാണ്. 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ഏതൊരു സംശയത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ഉത്തരം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ, ഇപ്പോൾ എക്സാം വന്ന് നോട്ടിഫിക്കേഷൻ പെട്ടെന്നൊക്കെ എടുത്ത് പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതൊരു വലിയ രീതിയിൽ ഒരു മണ്ടത്തരം കൂടിയാണ്. ഓക്കെ, പെട്ടെന്ന് വന്ന് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പാടാണ്. ഒക്കെ എന്ത് ചെയ്യുക, ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ തന്നെ എന്ത് ചെയ്യുക, അപ്പോഴേ പഠിച്ച് സെറ്റായി മാറുക. ഓക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം കൂടി നമ്മൾ ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.